ലീഗൽ ലിറ്ററസി മിഷന്റെ മറ്റൊരു എയ്ബ് സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എയ്ബ് സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മൾ എയ്ബ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ പ്രാഥമികമായി ഒന്ന് പരിചയപ്പെട്ടു. ഇനി വിശദമായി പരിചയപ്പെടേണ്ടതുണ്ട്. എന്നാൽ അതിനു മുമ്പ് നമുക്ക് ഉത്തര കടലാസ് കൂടെ പരിചയപ്പെടേണ്ടതുണ്ട്. അത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? കാരണം എയ്ബ് പരീക്ഷയുടെ ഉത്തര കടലാസ് എന്നാൽ OMR ഷീറ്റാണ്. ആ പരീക്ഷ എഴുതി നമ്മൾ പരീക്ഷകന് കൊടുത്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ അത് സാധ്യമാകും. എന്നാൽ നമ്മളത് സാധ്യമാക്കും. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ അമർത്തി വെച്ചാൽ നോട്ടിഫിക്കേഷൻ കിട്ടും. ചോദ്യപേപ്പറിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഉത്തര കടലാസിലും ആൻസർ ഷീറ്റിന്റെ നമ്പർ ആദ്യം കാണാം, പിന്നെ സെന്റർ കോഡ് കാണാം, എയ്ബിന്റെ റോൾ നമ്പർ കാണാം, ക്വസ്റ്റ്യൻ ബുക്കിന്റെ സെറ്റ് കോഡ് കാണാം, നമ്മൾ പരീക്ഷ എഴുതുന്ന ലാംഗ്വേജ് കാണാം. അത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യന്റെ ബുക്ക്ലെറ്റ് നമ്പറും കാണാം. ഇതെല്ലാം കൃത്യമായി അക്കമിട്ട് എഴുതണം. ഇത് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ഓരോ നമ്പറിനും താഴെയായി ബബിൾസ് ഉണ്ട്. ആ ബബിൾസിൽ നോക്കി ആ നമ്പർ അനുസരിച്ച് നമ്മൾ അതും ഫില്ല് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ ഈ അടയാളപ്പെടുത്തുന്ന ആള് മാറിപ്പോകില്ല. അത്രമാത്രം കുറ്റമറ്റ രീതിയിലാണ് എയ്ബിന്റെ പരീക്ഷ ഇതുവരെ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് മാത്രമല്ല, അതിന് താഴെ ഇതെല്ലാം ചെയ്തു എന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് കാൻഡിഡേറ്റ് ഒപ്പിടുകയും വേണം. ഇനിയാണ് ഉത്തരങ്ങളുടെ ഭാഗം. മുമ്പ് പറഞ്ഞതുപോലെ ആകെ 100 ചോദ്യങ്ങൾ. ഓരോ ചോദ്യത്തിനും ABCD എന്നിങ്ങനെ 4 ഓപ്ഷനുകൾ. അതിൽ ഏത് ഉത്തരമാണോ ശരി എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അവിടെ ആ ബബിൾസ് ഫില്ല് ചെയ്യുക. അങ്ങനെ എല്ലാം 100 ചോദ്യങ്ങളുടെയും ഉത്തരം എഴുതി കഴിഞ്ഞാൽ പരീക്ഷ തീർന്നു. ഒരിക്കൽ കൂടെ എല്ലാം ഒന്ന് വിലയിരുത്തിയാൽ പരീക്ഷ എഴുതി തീർന്നു പൂർണ്ണമായി. പിന്നെ ഇതെല്ലാം എഴുതിയത് ഒന്നുകൂടെ പരിശോധിച്ച് അവസാനം ഒരു ഡിക്ലറേഷൻ ഉണ്ട്, അതുകൂടെ ഒപ്പിട്ടാൽ നമ്മുടെ പരീക്ഷ അവസാനിച്ചു. ചോദ്യങ്ങൾ വീണ്ടും അവശേഷിക്കുന്നു. അങ്ങനെ പരീക്ഷ പൂർത്തിയാക്കിയാൽ ഹോളിൽ നിന്ന് പുറത്തു പോകാൻ കഴിയുമോ? എയ്ബിന്റെ ബബിൾസ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്? പെൻസിൽ കൊണ്ടോ മഷിപ്പേന കൊണ്ടോ ഈ പരീക്ഷ എഴുതാൻ കഴിയുമോ? അത്ര മാത്രമല്ല, 20 കാര്യങ്ങളുടെ പ്രത്യേകം അറിഞ്ഞിരിക്കണം എയ്ബ് പരീക്ഷ എഴുതുമ്പോൾ. അക്കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ.